ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കൺസീൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഫ്ലഷ് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു. അതായത് പ്രൊജക്ഷൻ രീതിയിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച സമയത്ത് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യമേ തന്നെ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബീഡിങ് കണ്ടോ, അതായത് ഇതിൻ്റെ കാണുന്ന കൺസീൽ ഫ്ലഷ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതാണ്. അത് ആ പൈപ്പാണ്, എൻ്റർ ചെയ്തിരിക്കുന്ന CPVC പൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹാഫ് ഫ്രെയിം വെച്ചിട്ടാണ് ഈ കൺസീൽ ഫ്ലഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ സെപ്പറേറ്റ് ഒരു കട്ട വെച്ച് സെപ്പറേറ്റ് പുറത്തേക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. ഏകദേശം 1 ഇഞ്ചോളം പുറത്തേക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തേച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം, അതായത് മെഷ് വെച്ച് തേച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ടൈല് വെച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ ഉള്ളിൽ വരാവുന്ന രീതിയിൽ ടൈല് കൊണ്ട് തന്നെ സൈഡ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അതായത് സെപ്പറേറ്റ് ഒരു കട്ട സൈഡിലൂടെ വെച്ച് കെട്ടി മുകളിലേക്ക് പൊക്കി കെട്ടി എക്സ്ട്രാ ബൾജ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ബാത്റൂമിൻ്റെ സ്പേസ് അത്രയും നഷ്ടപ്പെടുന്നു. ഏകദേശം 2 ഇഞ്ചോളം പുറത്തേക്ക്, 2 ഇഞ്ചോളം അപ്പുറത്തും ഇപ്പുറത്തും പോകുന്ന ശേഷം 4 ഇഞ്ചോളം കൂടുതൽ വീതി വരുന്നുണ്ട്. ആ ഏരിയ കൂടുതൽ വീതി വരും. അതായത് നമ്മുടെ ക്ലോസറ്റ് ഇരിക്കുന്ന ഏരിയ അത്രയും 4 ഇഞ്ചോളം വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കുന്ന വാൽവ് കാര്യങ്ങൾ വീണ്ടും 4 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ഫ്ലഷിൻ്റെ അവിടെ നിന്ന് മാറ്റിയിടാനായിട്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ടോട്ടലി നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്പേസ് കൺജസ്റ്റഡ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തുള്ളൂ, നമ്മൾ കൺസീൽ ഫ്ലഷ് ഉറപ്പിച്ചതിന് ശേഷം, നമ്മുടെ ഭിത്തിയും ഉറപ്പിച്ചതിന് ശേഷം സൈഡിൽ കട്ട വെച്ച് കെട്ടേണ്ട കാര്യമില്ല. കറക്റ്റ് ഫ്രെയിം നിൽക്കുന്ന രീതിയിൽ താഴെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കട്ട കൊടുത്താൽ മാത്രം മതി. സൈഡിലേക്ക് പ്രൊജക്ഷൻ ഒട്ടും തന്നെ ആവശ്യമില്ല. ചാന്തിൽ ഉറപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന ഏരിയകളിൽ ഒരു ഇഞ്ച് പോലും വേണ്ട, ഒരു 1/4 ഇഞ്ചോളം നമ്മുടെ ടൈല് തന്നെ സൈഡ് വെച്ച് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലെവലിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഒരു വാൽവും കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫ്ലഷിലേക്കുള്ള സെപ്പറേറ്റ് വാൽവാണ്. ആ വാൽവും തൊട്ടടുത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ കല്ല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ വാൽവ് കുറച്ചുകൂടി നീക്കി വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ സ്പേസ് കുറയും. നമ്മുടെ അതുപോലെ തന്നെ കുളിക്കുന്ന ഏരിയയുടെ സ്പേസ് കാര്യങ്ങൾ കുറയും. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ഈ കൊടുക്കുന്ന ആ ടൈല് കൊടുക്കുന്നത് കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതായത് ഒറ്റ പീസ് തന്നെയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു അവരുടേതായ ഒരു പ്രൊഫഷണലിസമാണ് ആ ചെയ്തിരിക്കുന്നത്. കാരണം സ്ക്വയറായിട്ട് കട്ട് ചെയ്തു, അതിനുശേഷം ആ സ്വിച്ച് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കറക്റ്റായിട്ട് കട്ട് ചെയ്തു, അതിനുശേഷം താഴെ വരുന്ന സ്ക്രൂവിൻ്റെ ഏരിയയിലാണെങ്കിലും അതുപോലാണെങ്കിലും എല്ലാം കറക്റ്റ് ഒരു പ്രൊഫഷണൽ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈല് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ലെവലിൽ വെച്ച് ചെയ്യുക, അതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ സ്പേസ് കുറേ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൺസീൽഡ് ഫ്ലഷിൻ്റെ അകത്തേക്ക് പോകുന്ന വാൽവ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നീക്കിയിട്ടാൽ മാത്രമേ അതിൻ്റെ ആംഗിൾ കോക്കും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ലിവർ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് നമ്മൾ ഭിത്തിമോ വെച്ച് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും കട്ട വെച്ച് കെട്ടി വീണ്ടും 2 ഇഞ്ച് മാറ്റുമ്പോൾ ടൈലും കൂടി വരുന്ന സമയത്ത് ഏകദേശം 4 ഇഞ്ചോളം അല്ലെങ്കിൽ 3 ഇഞ്ചോളം വീണ്ടും നമ്മൾ ഈ പറയുന്ന വാൽവ് മാറ്റിയിടണം. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കി കണ്ട, ഇത് അതിൻ്റെ ഇൻലെറ്റാണ് വരുന്നത്. അതായത് കൺസീൽ ഫ്ലഷിൻ്റെ ചേർന്ന് തന്നെ ഇൻലെറ്റാണ് വരുന്നത്. ആ പൈപ്പ് ജസ്റ്റ് മൂടി ടൈല് കൊണ്ട് മൂടി കളഞ്ഞാൽ മാത്രം മതി. ഇതാണ് നമ്മുടെ പറയുന്ന വാൽവ് വരുന്നത്. ഈ വാൽവ് നിങ്ങൾ കട്ട വെച്ച് കെട്ടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിൽ ഒരു ടൈല് വെച്ച് കറക്റ്റ് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് കറക്റ്റ് സ്പേസിന് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.